സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. നമ്മളിപ്പോ വലിയ വാർത്ത സഹോദരൻ തന്നെ കൊല്ലുന്നു എന്ന വാർത്ത നമ്മളിപ്പോ കേൾക്കുമ്പോ ഭയങ്കരല്ലേ. ബൈബിള് തുടങ്ങണത് കായേൻ ആബേലിനെ കൊന്നു എന്നും പറഞ്ഞ Believe, please, allow me to dip my digital extremities into the water river's concavity and draw from it a punch of purplish datum. പ്രണയം നല്ല കാര്യമാണ്. പക്ഷെ സത്യം പറഞ്ഞ ഇതുപോലെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ഒരു പേടിയാണ് അന്ന്, ഇന്നും പേടിയാണ്. ആ കൊച്ചു പ്രധാനമായിട്ട് ഉന്നം വെച്ച് ചോദിച്ച എന്താണെന്ന് മനസ്സിലായി. അതില്ലായിരുന്നു. എന്റെ മക്കൾ തന്നെ പറയുന്നത് അച്ഛൻ ഭയങ്കര ശല്യക്കാരനാണ്. വെൽക്കം ടു കൗമുദി മൂവീസ്. നിങ്ങൾ എല്ലാവരും നല്ല ഓണത്തിന്റെ വൈബിലാണല്ലേ? ഞങ്ങളും അതെ. ഞാൻ ദേ ഇവിടെ നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എന്നെ കാത്ത് 3 ഗസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എബ്രഹാം പുന്നൂസ്, മീനരാജ് പള്ളുരുത്തി, അതുപോലെ തന്നെ രജീഷ് വർമ്മ. ഈ 3 പേരും ആരൊക്കെയാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ തകർത്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിപൊളി 3 അച്ഛന്മാരാണ്. ഇവർക്കൊപ്പമാണ് ഇന്ന് നമ്മളുടെ ഓണാഘോഷം. നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. ശരിക്കും നിങ്ങളെയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വകഭേദത്തിലാണ് നമ്മളിപ്പം റീൽസിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും ഒക്കെ കൂടുതൽ കണ്ടോണ്ടിരിക്കണേ. ശരിക്കും റിയൽ ലൈഫ് ഒരു ഡാഡ് എങ്ങനെയാണ് നിങ്ങൾ? അതായത് എല്ലായിടത്തും ഉള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ്. ഓക്കെ, ചേട്ടൻ. അതാ നമുക്ക് ഇവിടുന്ന് അങ്ങ് റൈറ്റ് അങ്ങോട്ട് പോവാന്ന് ഓർത്താ. അതെ, ഡാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മക്കളോടുള്ള ഒരു അപ്രോച്ച് വേറെ, വൈഫിനോടുള്ള ഒരു അപ്രോച്ച് വേറെ, പിന്നെ ബാക്കി ഉള്ള ഫ്രണ്ട്സ് അല്ലെ റിലേറ്റീവ്സുമായിട്ടുള്ള അപ്രോച്ച് വേറെ ആയിരിക്കും. മക്കളോട് നമുക്ക് കൂടുതലും അവരുടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളെ ആയിരിക്കും. അപ്പം ചില സമയത്ത് നമ്മൾ മക്കളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഹിറ്റ്ലർ ആയിരിക്കും, സീരിയസ് ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെ നന്മയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ചേട്ടാ, എങ്ങനെ എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇപ്പം നമ്മള് ഫാലിമിയിലെ ഒരു അപ്പൂപ്പനായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നമ്മൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് ഡാഡ്? എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ തന്നെ പറയുന്നത് അച്ഛൻ ഭയങ്കര ശല്യക്കാരനാണ്. ശല്യക്കാരൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ, വേറെ ശല്യമൊന്നുമല്ല. ഇപ്പൊ രാത്രി 1 മണിക്ക് ഞാൻ ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ നാടകം കഴിഞ്ഞോ വീട്ടിൽ ചെല്ലുന്നു എന്ന് കരുതുക. എൻ്റെ മകൻ വീട്ടിലുണ്ട്. അവൻ എന്നെ പോലെ നേർത്ത ശരീരപ്രകൃതക്കാരനല്ല. നമ്മുടെ ഈ അബ്രഹാമിനെയൊക്കെ പോലെ ഉള്ള കക്ഷിയാണ്. ഉറക്കപ്രിയനാണ്, ഉറങ്ങാൻ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവൻ കിടക്കുന്ന മുറിയുണ്ട്. ഞാൻ കയറി ചെന്ന എല്ലാ മുറികളൊക്കെ നോക്കിയിട്ടേ പോകുള്ളൂ, അതൊരു വാതിലടക്കില്ല. അപ്പോൾ ഇവൻ കയറി, ഇവൻ നല്ല ഉറക്കമായിരിക്കും. ഞാൻ നേരെ അടുത്ത് ചെന്നിട്ട്, മോനെ ഡാ ഉറങ്ങിയാ നീ? നല്ല ഉറക്കത്തിൽ കിടക്കുന്നവനെയാണ്, ഉറങ്ങിയാ നീ? അവനോട് ഒച്ച വെറുതെ ഞാൻ ഉറങ്ങാണെന്ന് അറിഞ്ഞുകൂടെ? നമ്മൾ അങ്ങനെയല്ല. ഇപ്പം എന്താ ഉണർന്നു പോയ എന്നാച്ചാൽ ഒരു പാട്ട് പാടട്ടെ. ഞാൻ അവിടെ ഇരുന്ന് ആവശ്യമില്ലാണ്ടൊരു പാട്ട് പാടും. അവൻ നേരെ വിളിക്കും, അമ്മേ ഇതിനെ വിളിച്ചോണ്ട് പോണുണ്ടാ. ഇത് എൻ്റെ ഒരു സ്ഥിര ഏർപ്പാടാ. അത് വീട്ടില് എന്ന് വെച്ചാൽ ഞാൻ വന്നാൽ എൻ്റെ അയൽവക്കക്കാർക്കറിയാം ആള് വന്നു. അതായത് ആള് വന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ചെറിയ ഇതുപോലുള്ള ബഹളം ഉണ്ടാവും. അത് ഉറങ്ങുന്ന ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും അതാരാണെങ്കിലും ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തി. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾ വിളക്ക് കത്തിച്ചാൽ അവരെയും വിളിക്കും, അമ്പിജേ ഉറങ്ങിയാ? ഓ, പാതിരാക്ക് ഉറങ്ങാനല്ലാണ്ട് പിന്നെ വേറെ എന്താ പണി, ഒന്ന് കിടന്നുറങ്ങേ എന്നിങ്ങോട്ട് പറയും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ കുസൃതിക്കാരനായ ഒരാളാണ് വീട്ടിൽ. ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിൽ കുസൃതി എന്ന് വെച്ചാൽ ഇപ്പൊ ഉച്ച സമയം എനിക്ക് വിശക്കുന്നു വന്നിരിക്കുക. സ്വാഭാവികമായിട്ടും വിശന്ന ഭാര്യയുടെ എന്താ പറയുക, ഭക്ഷണം എടുക്കുക എന്നല്ലേ പറയുള്ളൂ. ഞാൻ ഭക്ഷണം എടുക്കുക എന്ന് പറയില്ല. പകരം ഞാൻ ചാരുകസേര ഇരുന്നുണ്ട്, ഹൃദയ സരസിലേ ഭാര്യയോട് പറയും ഇപ്പൊ എടുക്കാം.
മനസ്സിലായ? അപ്പോൾ അങ്ങനെ പൊതുവെ ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ തന്നെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു അച്ഛനാണ് ഞാൻ. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. പൊതുവെ അങ്ങനെ തന്നെ. ഓക്കെ, രതീഷേട്ടാ? അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കൂടുതൽ പറയുന്ന പിള്ളേരാണ്. പക്ഷെ എൻ്റെ അച്ഛനും ഇതുപോലെയാണ്, വളരെ ജോളിയാണ്. എന്നെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഓരോ റീല് ചെയ്യുമ്പോഴും അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ആലോചിക്കും, ഇത് ശരിയാണല്ലോ, ഞാൻ എൻ്റെ മകനോട് ഇടയ്ക്ക് പറയുന്ന പോലെയോ അല്ലെങ്കിൽ അവനുണ്ടാകുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും അറിയില്ല. നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചില സമയങ്ങളിൽ, പക്ഷെ അവർക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഓരോരോ ചെറിയ ചെറിയ പാർട്സ് ആണ് ഇതെല്ലാം എന്ന് തോന്നാറുണ്ട്. പക്ഷെ ജോളി അച്ഛനാണ്. പിള്ളേരോടും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചിലപ്പം ഒന്ന് പൊട്ടിപ്പോവുകയും സാധാരണ ഒരു അച്ഛൻ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം നിങ്ങളിപ്പോ റീൽസിലാണെങ്കിലും മൂവീസിലാണെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുന്നത് ആക്ടിങ്ങിനോടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു പാഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? എപ്പോഴാണ്, ഏതൊരു ഏജ് തൊട്ടാണ് ഇങ്ങനൊരു ആക്ടിങ് പാഷനൊക്കെ ഉള്ളത് എബ്രഹാം സാറിന്? ഇപ്പം എന്നെ സംബന്ധിച്ച് ആക്ടിങ് 2021 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാനൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ ഹോക്കിയും കളിക്കുകയായിരുന്നു, ക്രിക്കറ്റ്. അപ്പം 2021 ഞാൻ ആദ്യമായിട്ടൊരു ആക്ടിങ് ചെയ്യുന്നത്, പഠിച്ചു തുടങ്ങിയത്. ഞാൻ ബേസിക്കലി കേരളത്തിൽ ജനിച്ചെന്നേ ഉള്ളൂ, വളർന്നതെല്ലാം മഹാരാഷ്ട്രയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് 2018 തിരിച്ചു വന്ന് എറണാകുളത്ത് സെറ്റിലായി. അപ്പോൾ എറണാകുളത്ത് സെറ്റിലായി കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ്റെ ഒരു അക്കാഡമി ഉണ്ടായിരുന്നു നമ്മുടെ എടപ്പള്ളിയിൽ. അപ്പം അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ കടവന്തരയല്ല താമസിക്കുന്നത്. അവിടുന്ന് തിരിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നത് മെട്രോയിൽ കയറിയാണ് പോകുന്നത്. തിരിച്ച് വീട്ടിൽ പോകുമ്പം മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ഈ പാലാരിവട്ടം കഴിയുമ്പം നിയോ ഫിലിം സ്കൂളിൻ്റെ ഇത് കാണുമായിരുന്നു. ഇതെപ്പോഴും ശ്രദ്ധിക്കും ഞാൻ, നിയോ ഫിലിം സ്കൂൾ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ ഒരു ദിവസം ഞാൻ നമ്പർ എടുത്ത് അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ആക്ടിങ് പഠിപ്പിക്കുന്നുണ്ട്, സിനിമാറ്റോഗ്രാഫി ഉണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, അപ്പം ചേട്ടൻ എനിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടികളല്ലേ കൂടുതൽ പോയി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വയസ്സ് 54 ഒരു കുഴപ്പമില്ല, 60 വയസ്സുകാർ ഇവിടെ പഠിക്കുന്നുണ്ട്, പോരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അവിടെ ഡിപ്ലോമ 3 months സ്ക്രീൻ ആക്ടിങ് ഡിപ്ലോമ ചെയ്തു. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓരോരോ ചെറിയ ചെറിയ വർക്കുകൾ കിട്ടി. ഇങ്ങനെ ഇവിടം വരെ ആയി. അത് ആ ഒരു പാഷൻ ഡ്രൈവ് ചെയ്തതാണ്, ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ സിനിമ ചെറുപ്പം തൊട്ടേ കാണുമായിരുന്നു. സിനിമയോട് ഞാനും വൈഫും മക്കളും എല്ലാം സിനിമ ഭ്രാന്തര. അപ്പോൾ സിനിമ കാണുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തീ കൊളുത്തി തന്നത് ഈ നിയോ ഫിലിം സ്കൂളാണ്. രജീഷ് ചേട്ടാ? ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും കുട്ടിക്കാലം മുതൽ തന്നെ ഒരു അഭിനയ താല്പര്യം കൂടെയുണ്ട്. ഇപ്പം ഞാൻ കാണുന്നത് എൻ്റെ അമ്മാവൻ, അദ്ദേഹം വൈക്കം വർമ്മ എന്ന് പറഞ്ഞ പുള്ളി ബാലെ ട്രൂപ്പുകളിൽ അഭിനയിക്കുന്ന കാണുകയും ഒരു വലിയ കണ്ണാടിന് മുമ്പിൽ റിഹേഴ്സൽ ചെയ്യുകയും, അപ്പം ഞാനിടയ്ക്ക് ചായ കൊണ്ടുവരുമ്പം കാണുന്ന കാഴ്ച ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മുത്തച്ഛൻ തമ്പാൻ വക്കീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നടനും കൂടിയായിരുന്നു, വക്കീലുമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട കഥകളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്വദേശം വൈക്കത്താണ്. അവിടുന്ന് 10ാമത്തെ വയസ്സിൽ തൃപ്പൂണിത്തുറയ്ക്ക് വരികയും അവിടെ എൻ്റെ സുഹൃത്തും ഇപ്പം ബന്ധു കൂടിയാണ് സന്തോഷ് വർമ്മ, ലിറിസിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് പുള്ളിക്ക് 10 വയസ്സ്, എനിക്കൊന്ന് 8 വയസ്സ് പറ്റാണ്. ഒരു പാഞ്ചേരി ചിൽഡ്രൻസ് നാടകവേദി ഉണ്ടാക്കുകയും റിഹേഴ്സലുകളും ആദ്യ നാടകം വീരസുമനും വൈരക്കല്ലും, വീരസുമനായിട്ട് ആളെ കിട്ടിയിട്ടില്ല, 10 ദിവസമുള്ള നാടകത്തിന് ഇത്രയും പേര് ഡയലോഗ് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു കുട്ടിയായിട്ട് നിക്കറക്കിട്ട് ചെല്ലുകയാണ് അവിടെ അഭിനയിക്കാനായിട്ട്. അപ്പം വീരസുമനാണ്, അപ്പോൾ വാൾപ്പേറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല. ഏതായാലും അത് ചെയ്യാൻ സാധിച്ചു. അതാണ് ഫസ്റ്റ് നാടകം. പിന്നെ സ്കൂളുകളിലെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് 10 വയസ്സിലെ ഗുരുചിരുവാക്കുന്ന സിനിമയിൽ ഒരു ചെറിയ കുട്ടിയുടെ ഒരു പിൽസൺ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു. വേണുചേട്ടനും ശിവ ചേച്ചി, സുമാരി ചേച്ചി, അവരുടെ കൂടെയൊക്കെ ഒരു 5-6 സീനുകളിൽ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ കുട്ടിക്കാലം മുതലേ നാടക അഭിനയം കൂടെയാണ്, ആഗ്രഹം കൂടെയുണ്ട്. പക്ഷെ പിന്നീട് ബ്രേക്കായി പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് വീണ്ടും തൃപ്പൂണിത്തുറ ബാസുകേരി നാടകശാല അതിലെ മെമ്പറൊക്കെയാണ്. അപ്പം ധാരാളം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും
എൻ്റെ പുറകെ തന്നെയായിരുന്നു കൂടെ കുറേ നാൾ. ആ സമയത്ത് കല്യാൺ ജാനഞ്ചി ഇഷ്ടമാണ് നൂറോട്ടം അങ്ങനെ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് പോയിരുന്നു. പിന്നീട് നമ്മൾ ജോലിയായിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ഇതെപ്പോഴും കൂടെയുണ്ട്. തിരിച്ച് 2017 നാട്ടിൽ സെറ്റിലായ ശേഷമാണ് ജോലി നന്നായിട്ട് പോകുന്നു. കോവിഡ് കാലം വരുന്നു. കോവിഡ് കാലം വീണ്ടും ഒരു മാറ്റം കൊണ്ടുവരാണ്. നമ്മുടെ ആ പഴയ ആഗ്രഹങ്ങൾ ഇത് എപ്പോഴാണിത്, പക്ഷേ അറിയില്ല, അതെല്ലാം അനുകൂലമായിട്ട് വന്നു. നമ്മൾ താല്പര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈശ്വരൻ ഇങ്ങനെ അവസരങ്ങൾ ധാരാളം തരുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. കുറേ പേരെ പരിചയപ്പെടാൻ സാധിക്കുന്നു. ചേട്ടനെയും കഴിഞ്ഞ മാസം പരിചയപ്പെട്ടു. കുറേ സംസാരിച്ചു. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയും കുറേ അറിവുകൾ നമുക്ക് കിട്ടുകയും ആ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം വേഷങ്ങൾ ചെയ്യണം, അഭിനയിക്കണം, അതാണ് ആഗ്രഹം. അതെ, ഇന്ന് സ്വന്തം പുണ്യാളൻ മൂവിയില് ആ മാച്ച് ഭയങ്കര ഒരു യോയോ അപ്പൂപ്പനായിട്ടാണ് വരുന്നത് അല്ലേ? അത് കാണുമ്പോഴത്തേക്ക് എനിക്കും ചെറുതായിട്ട് തോന്നിയായിരുന്നു കുറച്ച് യങ് റോളൊക്കെ തകർക്കും. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചതാണ്. അവര് പെട്ടെന്ന് വിളിക്കുന്നു, ഞാൻ വരുന്നു. സത്യം 1 ദിവസത്തെ 2 ദിവസത്തെ ഷൂട്ടെന്നും പറഞ്ഞാണ് അവർ വിളിച്ചത്. പക്ഷെ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പം മുതൽ തന്നെ വായിച്ച് ശീലമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഭാഷ പെട്ടെന്ന് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് എനിക്കുണ്ട്. കാരണം വായിച്ചാൽ പെട്ടെന്ന് നിൽക്കും. പക്ഷേ അക്കങ്ങളൊന്നും ഓർമ്മ വരില്ല കേട്ടോ. അക്ഷരങ്ങൾ ഏത് കാലത്തിന് മുമ്പ് വായിച്ചാലും എനിക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പം അത് വലിയ ആ ലെങ്തിയുള്ള ഡയലോഗൊക്കെ ആയിരുന്നു. അപ്പം അത് കിട്ടി ഞാൻ നല്ല രസിച്ച് ചെയ്തു. സ്കൂളിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. പഠിക്കുന്ന കാലത്തെ മിടുക്കനായിരുന്നു. പക്ഷെ എന്നിട്ട് പ്രീ ഡിഗ്രി വന്നപ്പോൾ നാടകം വന്ന് തലേ കയറി. ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത്. അന്ന് സെക്കൻഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ വലിയ ടൈറ്റിലാണ്. ഇന്നത്തെ പോലെ അല്ല അന്നത്തെ. അപ്പോൾ അതെന്ത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ പരീക്ഷക്കാലത്ത് നാടകം കളിക്കാൻ പോയി. വീട്ടുകാരറിയാതെ പരീക്ഷയ്ക്ക് പോയില്ല. അങ്ങനെ അത് മറച്ചു വെച്ച് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി. പക്ഷെ ആ കുറവ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. കാരണം എന്നേക്കാൾ പഠിക്കാൻ, ഞാൻ SSLCക്കൊക്കെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പാസ്സായ ആളാണ്. അന്ന് 220 മാർക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലട്ടെ, കഷ്ടപ്പാടാ. 100 പിള്ളേർ സ്കൂളിൽ പരീക്ഷ എഴുതിയാൽ 3 പേരും 4 പേരും മാത്രമുള്ള കാലത്താണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന്റെ അങ്ങോട്ട് മാർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങളുടെ ഇപ്പം കുറേ വർഷമായിട്ട് ഓണം ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. ഞാൻ കുറച്ച് ഓണം അധികം ഉണ്ടാളാന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ പണ്ട് തൊട്ടേ ഉള്ള ഓണത്തിന്റെ എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ ഉള്ള ഓണവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണം? എങ്ങനെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അവിടെ ഔറംഗാബാദ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ മലയാളികൾ ഒരു എനിക്ക് തോന്നുന്നു 5000 അല്ലെ 10,000 കാണുമായിരിക്കും. അപ്പം അന്ന് ഈ മലയാളി അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഓണത്തിന് മലയാളി അസോസിയേഷൻ്റെ വക അവിടെ സ്പോർട്സ് ഉണ്ട്. ഈ ഓട്ടം, കസേര കളി അങ്ങനെയൊക്കെ നടത്തി. പിന്നെ സദ്യ ഉണ്ട്. അപ്പോൾ ഇത്ര ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ സെലിബ്രേഷൻസ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഞാൻ കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു. അപ്പം അവിടെ സെലിബ്രേഷൻ ചെയ്യും. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലൊക്കെ ഓണത്തിൻ്റെ അന്നും ഫുഡും ഒക്കെ കൊടുക്കും. അപ്പം അങ്ങനെ സെലിബ്രേഷൻസിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാവേലി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ക്ലബ്ബ്, അങ്ങനത്തെ രീതിക്കുള്ള ആഘോഷങ്ങളാണ്. അതെ. നമ്മുടെ കേരളത്തിൽ അല്ലാത്തത് കൊണ്ട് കുറച്ച് എനിക്കൊന്ന് കേരളത്തിനേക്കാളും കൂടുതൽ വെളിയില്ല ഈ ഓണം ആഘോഷിക്കുന്നുണ്ട്. ആണ്. ഓക്കെ. അപ്പം രജിച്ചേട്ടൻ എങ്ങനെയായിരുന്നു ഓണം? പറയുന്ന പോലെ നമ്മള് കുടുംബമായിട്ട് ഒത്തുചേർന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. അമ്മൂമ്മ എടുത്തു പോകുന്നു, ഇപ്പം വയ്ക്കത്തപ്പൂൺ തരുന്ന വയ്ക്കത്ത് ചെല്ലുന്നു, അമ്മമാരൊക്കെ വരുന്ന സമയം. അങ്ങനെ തന്നെ ഒരു ആസ് യൂഷ്വൽ ഒരു ടിപ്പിക്കൽ ഓണം എല്ലാവരും കൂടുന്ന സമയം, ഓണക്കോടി കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ഓണം. ഇപ്പൊ പിന്നെ എല്ലാം ചേഞ്ചാണ്. എല്ലാവരും അച്ഛനമ്മ കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഓണം എന്ന് പറയുന്ന പോലെയൊക്കെ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വരുന്നുണ്ട്. പഴയ പോലെയൊക്കെ ആകണം. നല്ലതായിട്ട് തോന്നുന്നു.
നല്ലതായിട്ട് തോന്നുന്നില്ല. പഴയ പോലെ തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് പറഞ്ഞു. പക്ഷേ കുടുംബങ്ങളിലെ ആൾക്കാരും കുറവാണ്. അച്ഛനമ്മ 2 കുട്ടികൾ. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഈ 6 പേരാണ്. പലപ്പോഴും ഒന്നിച്ച് കൂടാൻ പറ്റാറില്ല. മറ്റുള്ള അമ്മമാരായിട്ടോ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി മാറി നിൽക്കുകയാണ്. ഒരുമിച്ച് കൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിക്കാം. എല്ലാരും ഒന്നിച്ച് മറ്റേ സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യ കഴിച്ച് അങ്ങനത്തെ ഒരു കാലഘട്ടം മിസ് ചെയ്യുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വളരെ ഈ ഓണം അല്ലേ ചിങ്ങം തുടങ്ങുമ്പോൾ തൊട്ട് അമ്മ ഓണം ഒരുക്കങ്ങളിലാണ്. മനസ്സിലായോ? എല്ലാ പിന്നെ അച്ചാർ എല്ലാത്തരം കറികളുണ്ടാക്കണം, എല്ലാത്തരം പലഹാരങ്ങളുണ്ടാക്കണം. ഒന്നും ഇതുപോലെ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ശീലമില്ല. അല്ലേ കായ വറുക്കണം, മറ്റേ ശർക്കര വരട്ടി ഉണ്ടാക്കണം, അവലൊസുട്ട് ഉണ്ടാക്കണം, നെയ്യപ്പം ഉണ്ടാക്കണം. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാ സാധനങ്ങളും, അമ്മക്കാണെങ്കിൽ പാചകം ഒരു ഇഷ്ടമുള്ള ആളാണ്. അത് നന്നായി രുചികരമായിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മ വെക്കുന്നതും ആ ഓണത്തിന് വസ്ത്രം എടുക്കാൻ എൻ്റെ അച്ഛനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. വസ്ത്രം എടുക്കാൻ ഓണത്തിൻ്റെ വസ്ത്രമെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് അച്ഛൻ, അമ്മ, എൻ്റെ ഒരു സഹോദരൻ, സഹോദരി, ഞങ്ങൾ 3 മക്കളാണ്. എല്ലാവരും കൂടെ പോകുള്ളൂ. അച്ഛൻ പോയാൽ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? സാധാരണ എല്ലാവർക്കും വെവ്വേറെ വസ്ത്രമല്ലേ, ഇത് ആ പണിയില്ല. എല്ലാവർക്കും കൂടി ഒറ്റ നിറവാണ്, സാരി ഉൾപ്പെടെ. അത് അച്ഛന് അത് ആഘോഷിക്കാം. അത് ഓണത്തിന് ഇറങ്ങുമ്പോഴല്ലോ ഞങ്ങളെല്ലാവരും അന്നത്തെ കൗതുകമാണ്. യൂണിഫോം പോലെ ആണ് പോണം. അത് ഇങ്ങനെ ഈ കുറച്ചൊന്നുമല്ല വാങ്ങിക്കണം, കെട്ടുകണക്കിന് തുണികളെ വാങ്ങിക്കുള്ളൂ. അപ്പൊ അത് അച്ഛൻ്റെ അതൊരു ആഘോഷമാണ്. അപ്പൊ അമ്മ കൂടെ അവരവർക്ക് അതൊക്കെ പിന്നുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ എടുത്തു. ഓണം നമ്മളിങ്ങനെ ആഘോഷിക്കുള്ളൂ. അപ്പൊ എല്ലാവരും കൂടി വലിയ ഇലയിട്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാവരും കൂടി ഇരുന്ന് ഒറ്റ ഇലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് യാത്രകൾ തുടങ്ങുന്നത്, എവിടെയെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ. അപ്പൊ അത് അങ്ങനെ ഒരു സന്തോഷത്തിന്റെ കാലം ഉണ്ടായി. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ജീവിത ശൈലികളെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കറിയോ? ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് ബാക്ക് ആണല്ലോ, 60s 70s ഉള്ള ആളുകളാണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷന്റെ ഡേറ്റിംഗ് ലൈഫ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനോടൊക്കെ യോജിപ്പുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അതിന്റെ ഒരു? ഇപ്പോഴത്തെ ജനറേഷനോട് ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. ഇല്ല. അതെന്താ? എന്താന്ന് വെച്ചാൽ ടോട്ടലി നമ്മുടെ കൾച്ചറെ മാറി അല്ലേ? നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ഒരു കൾച്ചറുണ്ടല്ലോ, അതൊന്നും ഇപ്പം മാറി വിദേശ കൾച്ചറിലോട്ട് മാറി ഇപ്പോഴത്തെ ജനറേഷൻ. അതായത് പണ്ടത്തെ പാരൻസും പിള്ളേരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പും ടീച്ചേഴ്സുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പും അതൊക്കെ മാറി. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ടീച്ചേഴ്സിൻ്റെ നല്ല തല്ലും മേടിക്കും, പാരൻസിൻ്റെ നല്ല തല്ലും മേടിക്കും. പക്ഷേ അതൊക്കെ ഇന്ന് ഓർത്താൽ നമുക്ക് അതൊരു റിഗ്രറ്റ് ഇല്ല. എടാ ഞാൻ അതുകൊണ്ടാണല്ലോ നന്നായിരിക്കുന്നതെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഡിസിപ്ലിൻ ആയിരുന്നു അന്നത്തെ പാരൻസിന് കൂടുതലും ഇത് കൊടുത്തത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അതെന്താ യോജിപ്പില്ലാത്ത? ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്ക് നല്ലതുമല്ലേ പിള്ളേർ കുറച്ച് ഫ്രീഡം? എല്ലാത്തിലും നല്ല അല്ല എന്ന് എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു ഒപ്പീനിയൻ. ചില കാര്യത്തിൽ നമ്മളെ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ നമ്മൾ കൈവിട്ടു പോകും. അപ്പം ഐ ലൈക്ക് ദാറ്റ് ഓൾഡ് കൾച്ചർ. ആ പഴയ ടീച്ചർമാരെ, ചൂരവടിയും കൊണ്ട് വരുന്ന ടീച്ചർമാരെ. പിന്നെ വീട്ടിലാണെങ്കിലും ലൈക്ക് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ പാരൻസ് സൃഷ്ടിക്കുന്നത്. അമ്മ 2 തല്ലി എന്തിയ അപ്പനും പറയും എന്തിനാണ് തല്ലി ആന്നോ, എന്നാൽ എൻ്റെ വീതം കൂടി ഇരിക്കട്ടെ. അതായിരുന്നു അന്നത്തെ രീതി. ഇന്നതല്ല. ഇപ്പം ഞാൻ എൻ്റെ മോനെ വഴക്ക് പറയാമെങ്കിൽ ഉടനെ അമ്മ ചാടി അവിടെ ന്യായീകരിക്കാൻ പോയി. അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം അത് ചിലപ്പം അത് ദോഷമായിട്ടും തീരും. അപ്പം ഒരു പഴയ കൾച്ചറിനോട് തന്നെയാണ് എനിക്ക് അതാ ഇഷ്ടം. എന്താ രജേഷേട്ടൻ ഇതിപ്പോ ഞാൻ എന്താ പറയണമെന്നല്ല, കാരണം ഇപ്പൊ എന്റെ ശരിയായിരിക്കില്ല മറ്റൊരാളുടെ ശരി, അല്ലേ? അപ്പം നമ്മളന്ന് ന്യൂജൻ ആയിരുന്നു,
ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് നമ്മുടെ എന്താ പറയുക, അപ്പൊ അതില് എല്ലാത്തിനും ശരിയും തെറ്റുമൊക്കെ ഉണ്ട്. നമ്മളാരെയും അത് പഴയകാലം രസമാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾ നാളെ എത്തുമ്പോൾ അവരും പറയും അവരുടെ കാലഘട്ടമായിരുന്നു നല്ലതെന്ന് പറയാം. അറിയില്ല, ഇതിനെ ഓരോ മാറ്റമാണല്ലോ, ഓരോ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെയും അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുടെ ഇതൊക്കെ അറിയോ? ഞാൻ 90s ആയിട്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല. അല്ല, അത് വല്ല സ്പീഡ് ചേഞ്ച് ആണല്ലോ, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കാണുന്നത് അടുത്ത ദിവസം കാണുന്നത് മാറ്റം വളരെ സ്പീഡിലാണ് വരുന്നത്. ഇപ്പം എല്ലാം പാരൻസ് അടിച്ചേൽപ്പിക്കുന്ന പണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഓപ്ഷൻസൊക്കെ അവർ അന്ന് എൻ്റെ പാരൻസ് എനിക്ക് ഓപ്ഷൻസ് തരുമായിരുന്നു. ഇപ്പോഴത്തെ നമ്മളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് ലേറ്റ് വരിക, രാവിലെ എണ്ണിക്കാതിരിക്കുക. പിന്നെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലമൊക്കെ നമ്മൾ ഫിസിക്കൽ സ്പോർട്സിലായിരുന്നു ഇൻവോൾവ് ആയത്. ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിയിരിക്കും, മൊബൈലും ചുരണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നല്ല വ്യത്യാസം വന്നല്ലോ. ഹെൽത്ത് വൈസ് അത് വ്യത്യാസം വന്നു. ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്ക് ഇതിനോടൊക്കെ വിരുദ്ധ അഭിപ്രായമാണ്. എനിക്ക് ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കാരണം എന്ന് പറയുമോ, ഇപ്പോഴത്തെ കുട്ടികൾ അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. തിക്കാണ് അവരുടെ സൗഹൃദം. നമ്മൾ കരുതുന്ന പോലെയല്ല. നമ്മളിങ്ങനെ വേറെ വീക്ഷണത്തിൽ ഇപ്പോഴും ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി രാത്രി 10 മണി കഴിഞ്ഞ് ഒരുമിച്ച് ബൈക്കിൽ പോണ കാണുമ്പോൾ നാം നമ്മുടെ പഴയ കണ്ണ് വെച്ചാണ് കാണുന്നത്. ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ വളരെ കൃത്യമായിട്ട്, ആ കൂട്ടുകാരിയെ കൃത്യമായിട്ട് വീട്ടിലെത്തിക്കും. മനസ്സിലായി? അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ നമ്മളിങ്ങനെ ഈ കുറച്ച് പത്രവാർത്തകളോ അല്ലെങ്കിൽ കുറെ സംഭവങ്ങളോ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പുതിയ തലമുറയെ തള്ളിപ്പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ മിക്കവാറും ഈ പുതിയ കുട്ടികൾ എൻ്റെ നാടക ശിഷ്യന്മാരായിട്ടും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ എനിക്ക് ഈ പറയുന്ന പോലെ അതത്ര മോശം ആണ് എന്ന് അഭിപ്രായമില്ല. പിന്നെ ആകെ 1-2 കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറയുകയാണ്, അച്ഛൻ ഇപ്പം വീട്ടിൽ കുറേ അധികം പുസ്തകങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചൂടെ നിങ്ങൾക്ക്? ഇപ്പോ ചെറിയ പ്രായത്തിൽ പിള്ളേരെ ഞാൻ ഒരു ഡിഗ്രി വരെയൊക്കെ ഞാൻ വായിപ്പിക്കുമായിരുന്നു നിർബന്ധമായിട്ട്. ഇപ്പം അതില്ല, വായിക്കില്ല. അപ്പം ഞാൻ പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സുഭാഷ് ചന്ദ്രൻ്റെ നോവലൊന്നും എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. സൗന്ദര്യശീല നല്ലതാണ്, അല്ലെങ്കിൽ രാജേശ്വരിയുടെ ആത്രേയകം നല്ലതാണെന്ന് വായിക്കേ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്നോട് മകൻ തിരിച്ചിരിക്കുന്ന, അച്ഛനൊക്കെ ഇത്ര പഴയ തലമുറ, എന്താണ് അച്ഛൻ അത് വായിക്കണോ? അച്ഛൻ എന്താ ഇപ്പം അറിയേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ അടുത്തിറങ്ങിയ ആത്രേയകൻ നോവൽ നീ വായിച്ചോ? ഇപ്പം തരാം. അവനോടിങ്ങനെ ഗൂഗിളിൽ എടുക്കുന്നു, വായിക്കുന്നു, കിടക്കുന്നു. ഞാനിത് വായിച്ചാൽ എനിക്കിത് അറിയണമെങ്കിൽ ഇതാ ഇവിടെ കിടക്കയില്ലേ. അപ്പം ഇതല്ലാതെ അച്ഛൻ്റെയൊക്കെ തലയിൽ സ്റ്റോർ ചെയ്ത പോലെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടോ? ഞങ്ങൾക്ക് തലച്ചോറി സഹായിക്കാൻ ഇപ്പം ഇതുമൊക്കെ അത് അപ്പോഴാണ് എനിക്കൊന്ന് അൻ്റെ അച്ഛനൊക്കെ വായിച്ച് എത്ര സമയമാണ് കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ച സാധനം നമുക്ക് നൊടിയുടെ കിട്ടും. നമ്മൾ ഇതിനെയൊക്കെ നല്ല രീതിയിൽ കണ്ടാൽ പിന്നെ അപകടങ്ങളുണ്ട്, വഴിതെറ്റിപ്പോകുന്ന കുട്ടികളുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നേ, വഴിതെറ്റിപ്പോകുന്ന. അന്ന് ഇത്രയും മീഡിയാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, ചരിത്രം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സഹോദരനെ കൊല്ലുന്നു, നമ്മളിപ്പോ വലിയ വാർത്ത, സഹോദരൻ തന്നെ കൊല്ലുന്നു എന്ന വാർത്ത നമ്മളിപ്പോ കേൾക്കുമ്പോ ഭയങ്കരല്ലേ. ബൈബിള് തുടങ്ങണത് കായേൻ ആബേലിനെ കൊന്നു എന്നും പറഞ്ഞ ആദ്യത്തെ കൊലപാതകം ലോകത്തിലെ ആദ്യത്തെ ഇല്ലേ, കായേൻ ആബേലിനെ കൊന്നു. ചേട്ടനും അനിയനുമാണ്. മനസ്സിലായോ? മഹാഭാരതം നമ്മൾ എടുത്തു വെച്ചാൽ ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശ തർക്കത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിച്ച കൗരവരുടെയും പാണ്ഡവരുടെയും കഥയാണ് നമ്മൾ വായിക്കുന്നത്. അതൊക്കെ തന്നെ അല്ലേ ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ കാലത്തിന്റെ നന്മകളും തിന്മകളും ഇന്നത്തേക്ക് ഈ ചെറുപ്പക്കാരുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കണ്ട, അത് പണ്ടേ ഉണ്ട്. ഞാനതുകൊണ്ട് ഞാൻ അവരോടൊപ്പമാണ്. നിങ്ങളുടെ ഒരു കൗമാരം ഏജ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആക്ച്വലി? ഇപ്പോഴത്തെ കുട്ടികളുടെ, ഇപ്പം ഞാനും ഈ ഒരു ജനറേഷൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു 90s ശേഷം ഉള്ളതൊക്കെ എനിക്കറിയാം. അതിന് മുന്നേ ഉള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു കോളേജ് പ്രായം, അതൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കയറുമ്പം
കൂടുതലും സ്പോർട്സിലായിരുന്നു ഞാൻ. ഞാൻ എടുത്തത് കൊമേഴ്സ് ആയിരുന്നു. രാവിലെ 7:30 കോളേജിൽ പോവും, ഒരു 10:30-11 മണിയാകുമ്പോൾ ഫ്രീ ആവും, നേരെ വീട്ടിൽ വരും, കഴിച്ചേച്ച് ഒന്ന് റെസ്റ്റ് എടുക്കും. 2 മണിയാകുമ്പം കിറ്റ് ബാഗ് എടുത്തുകൊണ്ട് നേരെ ഗ്രൗണ്ടിൽ, പിന്നെ ഇരുട്ടുന്നിടം വരെ കളിക്കുക. അപ്പം കോളേജ് ടീമ്, ക്ലബിന് വേണ്ടി കളി, അങ്ങനെ ലൈക്ക് ഓൾമോസ്റ്റ് യൂത്ത് മൊത്തം സ്പോർട്സിലാണ് പോയത്. വേറെ ഒരു ആക്ടിവിറ്റീസ് ഇല്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ സിനിമ കാണും. ഇപ്പം എനിക്ക് വീട്ടിൽ പെർമിഷൻ ഉള്ള അമിതാഭ് ബച്ചൻ്റെ സിനിമ കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ സിനിമ വരുമ്പോൾ പോയി കാണും. പിന്നെ വേറെ സിനിമ അമിതാഭ് ബച്ചൻ്റെ പേര് പറഞ്ഞു പോയി കാണും. ഓക്കെ. അപ്പൊ ഈ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത് വല്ലപ്പോഴും സിനിമ കാണുന്നത് മാത്രമേ. അപ്പൊ എങ്ങനെ നിങ്ങളുടെ സമയമൊക്കെ പോകുന്നത് എങ്ങനെയായിരുന്നു? സമയം തികയത്തില്ലായിരുന്നു. സ്പോർട്സിൽ ഇപ്പം സ്കൂളിലായിരുന്നപ്പോൾ നമ്മൾ പോയി രാവിലെ പ്രാക്ടീസ്, കോളേജിൽ നിന്ന് വന്ന പ്രാക്ടീസ്. സ്കൂളിലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു, സ്കൂൾ 1 മണിക്ക് ഞങ്ങളുടെ സ്കൂൾ പിരിയുമായിരുന്നു. അപ്പം അവിടെ ക്ലാസ്സുമായിട്ട് ഒരു മാച്ചൊക്കെ വെക്കുമായിരുന്നു, ക്രിക്കറ്റിൻ്റെ അല്ലെ ഫുട്ബോളിൻ്റെ. അത് കഴിഞ്ഞ് വീട്ടിൽ വരും, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് കളിക്കും. ഇരുട്ടുമ്പം വീട്ടിൽ ചെല്ലും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോഴും രാവിലെ കോളേജിൽ പോവും, പിന്നെ ഉച്ചയ്ക്ക് നേരെ ഗ്രൗണ്ടിൽ പോവും. സൺഡേ മാത്രമേ ഉള്ളൂ കളിക്കാത്തൊരു ദിവസം. അപ്പൊ ഈ സൺഡേ ഒക്കെ നോക്കിയാ സിനിമയ്ക്ക് പോകുന്നത്. ഇതേ ആ കൊച്ചു പ്രധാനമായിട്ട് ഉന്നം വെച്ച് ചോദിച്ച എന്താണെന്ന് മനസ്സിലായി. അതില്ലായിരുന്നു, ഉണ്ടല്ലേ പറയാനൊക്കത്തുള്ളൂ. ശരിയല്ലേ? അതുകൂടി പറയാ. ഈ കളിക്കാൻ പോകുമ്പോഴൊക്കെ വഴിവെക്കിൽ എന്റെ മനസ്സ് വായിച്ചു. ചേട്ടൻ നമ്മള് മനസ്സിൽ കാണുന്നതിന് മുമ്പേ പുള്ളി എവിടേക്കോ കണ്ടു. ഓക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് ഫുട്ബോളിനെ സ്നേഹിച്ച്. ഫുട്ബോളിനെ സ്നേഹിച്ചു. അല്ല, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇപ്പം ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു ലവ് സ്റ്റോറി പറയാനാ, എന്നെ കൊണ്ട് പറയിപ്പിക്കാനാ. ക്രഷ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, നമ്മൾ ഈ കോളേജിൽ ഇത്രയും സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാകുമ്പോഴത്തേക്ക് ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ മീനരാജ് ചേട്ടൻ ഉണ്ടായിരുന്ന പോലെ ഫാൻസ് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ക്ലബിന് വേണ്ടിയൊക്കെ കളിക്കുമ്പം അല്ല അങ്ങനെ അല്ല. ഞാൻ കളിച്ചത് ഫുട്ബോളും ഹോക്കിയുമാണ്. അങ്ങനത്തെ ഫാൻസ് വേണേൽ ക്രിക്കറ്റ് കളിക്കണം. അതിന് ഉള്ള സമയം കിട്ടത്തില്ലായിരുന്നു. സമയം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുട്ബോളൊക്കെ കാണാൻ വരുന്ന ലേഡീസ് അങ്ങനെ പെണ്ണുങ്ങൾ അധികം വരില്ല. അന്ന് പെൺകുട്ടികൾ ഫുട്ബോൾ ഫാൻസ് ഇപ്പഴാ തോന്നുന്നു. ഗേൾസ് ഒരുപാട് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിന് ശേഷം. ഇപ്പോഴല്ലേ യൂറോപ്യനും പിന്നെ മറ്റുള്ള ഫുട്ബോൾസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം 83-ലാന്ന് തോന്നുന്നു ആദ്യം, 82-ലാന്ന് തോന്നുന്നു ആദ്യം കേരളത്തിൽ TV പ്രക്ഷേപണം വരുന്നത്, ഏഷ്യൻ ഗെയിംസിന്റെ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം 83-ലായിരുന്നു നമ്മൾ ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ച്. അന്നൊന്നും ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല, അന്ന് റേഡിയോ കോമെൻട്രിയാണ്. അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ കളിക്കാത്ത സമയത്തും ഈ ക്രിക്കറ്റ് കോമെൻട്രി കേൾക്കുക, ഇതൊക്കെ അന്നത്തെ ആ ഒരു ഹോബി. പിന്നെ ഈ ഫുട്ബോളും ഹോക്കി അല്ലാതെ പല വേറെ നമ്മുടെ സ്പോർട്സ് ഐറ്റം ഉണ്ടായിരുന്നു. കുട്ടിയും കോലും, ഇവിടെ കുട്ടിയും കോലും എന്ന് പറയും. കുട്ടിയും കോലും കളി. പിന്നെ നമ്മുടെ ആ വട്ടം എന്നല്ലേ പറയുന്നത്, ഗോലി, അതിന്റെ കളി. പിന്നെ ഞങ്ങളുടെ അവിടെ മഹാരാഷ്ട്രയിലൊക്കെ സുർപ്പാരമ്പി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഈ വലിയ ഈ ഇങ്ങനെ വേര് വരുന്ന വൃക്ഷമില്ല, അതിനെന്താ പറയുന്നത്, ആലുമരത്തെ. അപ്പോൾ ഒരാളെ ആദ്യം താഴെ നിൽക്കും, ബാക്കി എല്ലാവരും ആൽമരത്തേക്ക് കയറും. ഈ താഴെ ഉള്ളവനെ ഏതാളിനെ പിടിക്കുന്നോ ആ ആള് പിന്നെ അടുത്ത ആളായിട്ട് വരും. ഇവൻ പിടിക്കാൻ ഇച്ചിരി പാടാ. എന്താ വെച്ചാൽ ഇത് മരത്തെ കൂടെ കയറും, മറ്റേ വേരെ കൂടെ ഇറങ്ങും. ഇച്ചിരി പാടുള്ള പണിയാ. അങ്ങനത്തെ കളികള് അതൊക്കെയായിരുന്നു അന്നത്തെ എന്റർടൈൻമെന്റ്. അല്ലാതെ മറ്റേ ഈ പറഞ്ഞ നമ്മുടെ പ്രണയം അങ്ങനത്തെ കാര്യങ്ങൾ അന്ന് തോന്നിയില്ല. എങ്ങനെയായിരുന്നു രജിചേട്ടന്റെ ആ സമയപ്പോഴത്തേക്ക്? പ്രണയവും എല്ലാം മിക്സ് ചെയ്ത് ടീനേജ്, നിങ്ങളുടെ ആ ഒരു ടീനേജ് കോളേജ്. അതെ. പ്രണയം നല്ല കാര്യമാണ്.
പക്ഷെ സത്യം പറഞ്ഞു ഇതുപോലെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ഒരു പേടിയാണ് അന്ന്. ഇന്നും പേടിയാണ്. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ ഇന്നത്തെ സിനിമകൾ കാണുന്നവരൊന്നല്ലല്ലോ. ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ കുറച്ച് റിസർവ്ഡ് ആയിട്ട് എന്താ പറയാ, ഒരു പലരും തുറന്നു പറയാൻ പറ്റാറില്ല. ഇങ്ങനെ ഒരു വിങ്ങലാണ് അകത്ത്. അല്ല, പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും അത് അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ അന്ന് സിനിമയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. നമ്മൾ പലപ്പോഴും കോളേജിൽ പോയാൽ പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്യുക, തിയേറ്ററുകളിലാണ് സിനിമ കാണാൻ പോവുക, സമരം ഉണ്ടാവും, സിനിമയ്ക്ക് പോകണം. അതായിരുന്നു എപ്പോഴും കൂടുതൽ ആഗ്രഹം. നാടകവും ഒക്കെ ആയിട്ടുള്ള ജീവിതമായിരുന്നു അന്നും പഠിക്കുന്ന സമയത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് പ്രണയം. അങ്ങനെ അല്ല, ആ സമയത്തിനാണ് ഇപ്പൊ എന്റെ വൈഫ് എന്ന് പറയുന്ന സൗമ്യ, ഈ പറയുന്ന കൂട്ടുകാരന്റെ സിസ്റ്ററാണ് സൗമ്യ. ബന്ധുക്കാരിയാണ്, കുട്ടികൾ 10 വയസ്സോടെ കാണുന്ന കുട്ടിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പ്രണയം അപ്പോഴും ഉണ്ട്. പക്ഷെ ഫൈനലി കല്യാണം ഈ 100 പ്രശ്നങ്ങളാണല്ലോ, ജാതകം ചേരണം, മറ്റേ ചേരണം, അച്ഛൻ ഇഷ്ടപ്പെടണം, അങ്ങനെ നമ്മുടെ ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോഴത്തെ പോലെ തത്ത ഫ്രീ അല്ല അന്ന്. പക്ഷെ ഫൈനലി എല്ലാം കൊണ്ടും എല്ലാം വിജയകരമായി ആ ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അന്നത്തെ ആ ഒരു പ്രണയം, മനസ്സിലുണ്ടായിരുന്ന പ്രണയം. പ്രണയം തോന്നിയിട്ടുള്ള ആളിനെ തന്നെ കല്യാണം കഴിച്ചു. ഓ തീർച്ചയായിട്ടും. ഇത് നമ്മുടെ കഥാനായകനിലേക്ക് ഇവിടെ കുറെ കഥയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ട് പഠിക്കുക. അതെ അതെ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരബദ്ധം പറ്റി. എനിക്ക് പറ്റിയല്ല, എൻ്റെ പേര് മീനരാജൻ എന്നുള്ള പേര് ഈ അറ്റൻഡൻസ് എടുത്തപ്പോൾ അവരിൽ ചേർത്തപ്പോൾ പെൺകുട്ടികളുടെ പേരിന്റെ അടുക്ക് വന്നു. ഞാൻ ഇത് ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ഈ പേരിന്റെ. അപ്പൊ എന്ത് പെൺകുട്ടികളെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടു. അപ്പം ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മര്യാദക്കാരൻ പഠിപ്പിച്ച് പഠിച്ച് MBBS എടുക്കണം എന്നൊക്കെ കരുതി അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു. അതൊക്കെ കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഒരു അടങ്ങിയ പ്രകൃതിക്കാരനായിരുന്നു. പക്ഷെ കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ആദ്യത്തെ ദിവസം നിന്ന് അറ്റൻഡൻസ് എടുത്തപ്പോൾ എൻ്റെ പേര് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ വരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രസൻറ്റ് പറഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിക്കുന്നു, താൻ ശരിക്കും പുരുഷൻ തന്നെയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. എല്ലാവരും ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ആകെ വറ്റി വരണ്ടു. എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെ ഒരു പകപ്പ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിൻ കോളേജിലാണ് പഠിച്ചത്. കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലൈബ്രറി ഉണ്ട്, യോഗ്യപ്പൈ നാരായണപ്പൈ ട്രസ്റ്റ്. അവിടെ ഒരു പ്രത്യേകത, അന്നും ഇന്നും നമ്മൾ ചെന്നാൽ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തവരും വൈകുന്നേരം വരെ വായിക്കാം. ഞാൻ കോളേജിൽ പോകാതെ ഈ ലൈബ്രറി ചെന്നിരിക്കും. അതെനിക്ക് ഗുണം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഞാൻ പുസ്തക വായനയിലേക്ക് കിടക്കുകയാണ്. ചോറും കെട്ടിയാണ് പോകുന്നത്. കാരണം എനിക്ക് ക്ലാസ്സിൽ ചെല്ലാൻ മടിയായി. ഇത് അങ്ങനെ ഒരു ദിവസം അതല്ലെങ്കിൽ കോളേജ് ലൈബ്രറി വന്നിരിക്കും. ആ ലൈബ്രറി പോയില്ലെങ്കിൽ കോളേജ് ലൈബ്രറി. അങ്ങനെ ഇരിക്കും. ഞാൻ കോളേജിൽ പിന്നെ സജീവമാകുന്നത് എൻ്റെ കൂടെ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കന്നറിയില്ല അവനെ. ഞാൻ കണ്ടില്ലല്ലോ. ഒരു ജോസഫ് എന്നാണ് എൻ്റെ പേര്. അവനിങ്ങനെ വന്ന്, അവൻ ഇച്ചിരി ചട്ടമ്പിനെയൊക്കെ പോലെ ഒരു അന്നത്തെ ഞങ്ങളെ കളക്കത്തിൽ ധൈര്യമുള്ളൂ. അവനെൻ്റെ തോളിനെ കേട്ടിട്ട് ചോദിക്കുക, ഹലോ ഇയാൾ സെക്കൻഡ് ഗ്രൂപ്പ് മലയാളം അല്ലേ? നമ്മളൊരു ഒറ്റ ക്ലാസ്സിലാ. ഇയാൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇയാൾ അങ്ങോട്ടൊന്നും ക്ലാസ്സിലേക്കൊന്നും കാണാറില്ല. അപ്പം ഞാനിങ്ങനെ പകച്ചു നിൽക്കണം. ക്ലാസ്സിലൊന്നും പോകണമെന്നില്ല. അവൻ പറയാണ്, ഞാനും അങ്ങനെ ക്ലാസ്സിലൊന്നും പോകാറില്ല. എന്തായാലും താൻ ക്ലാസ്സിൽ പോകണില്ല, അതുകൊണ്ടേ താൻ എൻ്റെ കൂടെ വാ. ഞാൻ ചെങ്ങോടാ. ഇവിടെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു നാടക മത്സരം അല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു നാടകം, നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക് സ്കൂളിൽ നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇയാൾ വാ, ഇയാൾ വേറെ അഭിനയിക്കാൻ നിൽക്കണ്ട, പ്രോംപ്റ്റർ ആകെന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫ് എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ എന്നെ പ്രോംപ്റ്റർ ആക്കുന്നു. ഒരു പ്രദീപ് എന്ന് പറഞ്ഞ അങ്ങനെ ആ സംഘമാണ് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ പ്രോംപ്റ്ററാണ്. നാടകത്തിൻ്റെ പേര് പ്രഹേളിക. ഒരു ഒഥല്ലോ കോംപ്ലക്സുള്ളൊരു നാടകമാണ്. ഞാൻ പ്രോംപ്റ്ററാണ്. നാടകത്തിൻ്റെ അവതരണത്തിൻ്റെ തലേ ദിവസം പ്രധാന വേഷം കളിക്കുന്ന പ്രദീപും ജോസഫും തമ്മിൽ വഴക്കിടുകയും പ്രദീപ് പറയുകയാണ്, ഞാൻ ഈ നാടകത്തിലില്ല, ഞാൻ ഈ നാടകത്തിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് വലിയ ട്രൂപ്പ് മുതലാളിമാർ പറഞ്ഞു, നീ ഇല്ലെങ്കിൽ പോലെ ഞങ്ങൾ നാടകം കളിക്കും. ജോസഫ് നിഷ്കരണം അവനെ ഒഴിവാക്കണം. അപ്പോൾ എല്ലാവരും വിളിക്കല്ല, ഇനി ആര് കളിക്കുമെന്ന് വെച്ചാൽ ഇവനല്ല ഇത്ര ദിവസം പ്രോമിറ്റ് ചെയ്ത, അവൻ കളിക്കും. അപ്പോൾ ഈ ജോസഫിൻ്റെ കായിക ബലത്തോടുള്ള പേടിയും, അല്ലെങ്കിൽ അവൻ പിടിച്ചത് എന്തെങ്കിലും ചെയ്താൽ അത് നീ കളിക്കും എന്ന് ജോസഫ് പറയുന്നു.
ഞാൻ നാടകം അന്ന് രാത്രി വൈകുന്നേരമൊക്കെ എൻ്റെ വീട്ടിൽ വന്നൊക്കെ റിഹേഴ്സൽ എടുത്ത് പഠിച്ചു. പിറ്റേ ദിവസം നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ നാടകത്തിന് അവതരണത്തിന് 2ാം സമ്മാനവും ഞാൻ ബെസ്റ്റ് ആക്ടറാവും. പ്രോംപ്റ്റ് ചെയ്യാൻ പോയിട്ട് ബെസ്റ്റ് ആക്ടർ ആയിട്ട് വന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതിലാണെങ്കിൽ ഒരു നീളം കൂടിയ ഡയലോഗ് ഇംഗ്ലീഷാണ്. ഈ ഒഥല്ലോ ഡെസ്ഡിമോണയെ വധിക്കുന്നതിന് മുമ്പ് ഉള്ളത് അന്നത്തെ ഒരു ഡയലോഗാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. Believe please allow me to dip my digital extremities into the odoriferous concavity and roast from it a punch of purplish datums which will enter through my nostrils. അപ്പോ നമ്മുടെ ഓണമായിട്ട് ഓണസദ്യ ഇല്ലാണ്ട് എങ്ങനെയാ? അതെ, അപ്പൊ നമ്മള് ഓണസദ്യക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഓണമായിട്ട് നമുക്ക് കുറച്ചൊരു അടിച്ചുപൊളിയുടെ കുറവുണ്ടോ? അത് അടിച്ചുപൊളിയുടെ കുറവുണ്ടോ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിച്ചുപൊളിയുടെ കുറവുണ്ട്. കാരണം എന്താണെന്ന് പറയാം, എല്ലാ കൊല്ലവും ഓണക്കാലത്ത് ഞാനും എൻ്റെ ഭാര്യയൊക്കെ കൂടിയിരുന്ന ഓണസദ്യ കഴിക്കാറുണ്ട്. ഇപ്രാവശ്യം ഒരു പറ്റുപറ്റിന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഭാര്യ മകന്റെ രാജസ്ഥാനിൽ ജോലിയാണ്, അധ്യാപകനാ, മൂപ്പര് അവിടെയാണ്. ചേട്ടനോട് ഒരു കാര്യം കൂടെ ചോദിക്കാൻ വിട്ടുപോയി. മീനാരാജ് എന്നുള്ള നെയിം ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടുണ്ടാക്കി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പേര് വന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഇച്ചിരി കല്യാണം കഴിച്ചത് ലേറ്റായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഞാൻ ജനിച്ചപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ മകന് ഒരു പേരിടുന്നു, ആ പേര് കേരളത്തിൽ ഒറ്റ പുരുഷന്മാർക്കും ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ ഒരു പേരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ ജനിച്ചത് മീനമാസത്തിൽ. ഓക്കേ, മീനമാസത്തിൽ ജനിച്ച എനിക്ക് എൻ്റെ അമ്മയുടെ പേര് മീനാക്ഷി. ഇത് രണ്ടും വേണപ്പെടുത്താം, പക്ഷെ അമ്മ പറയുന്നത് മീനാക്ഷി അല്ല, മീനമാസത്തിൽ ജനിച്ചത് കൊണ്ട് മീനത്തിന്റെ രാജൻ എന്നർത്ഥത്തിൽ മീനരാജൻ എന്ന് കേട്ടോ. പക്ഷെ ഇത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ മീനരാജൻ എന്നുള്ളത് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ച് മീനാരാജനായി. മീനാരാജനായപ്പോ എന്ത് പറ്റി? അത് പെണ്ണാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാനും തുടങ്ങി. ഈ തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട്. എന്റെ മെസ്സഞ്ചറിലെ ഞാൻ പെണ്ണാണെന്നും പറഞ്ഞ് പ്രണയലേഖനങ്ങൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മീനത്തിന്റെ രാജൻ. ഓക്കെ, അപ്പൊ ഈ സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? ഓണം സദ്യ ആ സദ്യ ഫേവറേറ്റ് അല്ല, നമ്മള് ഏതേലും ഒരു ഐറ്റം മാത്രം ഫേവറേറ്റ് ആയിട്ട് വരുമോ? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ പപ്പടവും പയറും, പയറല്ലോ പരിപ്പും നെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോ, അതെ, പല സ്ഥലത്തും പല രീതിക്കാണ് സദ്യ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഓണസദ്യ ഒരു കോണ്ടിനെന്റലായി അല്ലേ? ഓണസദ്യ ഒരു ലോകം മൊത്തം ഇടയ്ക്ക് ഇപ്പൊ മലയാളി ചെന്ന് ഇത് ലോകം മൊത്തം ഫേമസ് ആക്കി. അതെ, നമ്മൾ കേരളത്തില് ഇപ്പം നമ്മളെ കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ കേരളത്തിന്റെ വെളി മലയാളി പോയാൽ ആ മലയാളി എല്ലാം ഒരു കുടുംബമാവും. അതെ അതെ, അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ സദ്യയിലേക്ക് കടന്നു. ഞങ്ങൾക്ക് ടെംപ്റ്റിംഗ് അല്ലേ, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് സദ്യയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു, കടന്നു. അതെ, എന്താ പറയണ്ടേന്ന് പക്ഷേ ഒരു കാര്യം എല്ലാവരും കൂടി ഇത് ഒരു മത്സരമായിട്ട് കരുതണ്ട, ആവശ്യത്തിന് കഴിക്കാം. അതെ, അപ്പോ ഞങ്ങള് സദ്യ കഴിക്കട്ടെ. താങ്ക് യു സോ മച്ച് അല്ലേ. ഇനി ശരിക്കും ബൈ 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 ബൈ.